നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? വെറുതെ ഒരാൾ കയറിയൊന്ന് ബഹളം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ? വെറുതെ അല്ലല്ലോ, ബന്ധവും പറഞ്ഞല്ലേ വന്നേക്കണേ. ബന്ധോ? എന്ത് ബന്ധം? അലക്സാണ്ടർ വൈദ്യർ അവന്റെ അപ്പനാണ് പോലും, കൂടെ ഒരു പെണ്ണും പെങ്ങളാന്നാ പറയുന്നേ. പ്രൊഡക്ഷൻ നമ്പർ 2. അങ്ങനെ ഒരുത്തം വന്ന് അവകാശപ്പെട്ട അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ലേ? അവന്റെ കയ്യിൽ തെളിവുണ്ടെന്നാ പറയുന്നത്. അച്ഛൻ അങ്ങോട്ട് വന്ന് ഇടപെട്ടേ പറ്റൂ. അച്ഛനെ കണ്ടാൽ അവൻ ഒതുങ്ങും. ഒതുക്കാനൊന്നും നോക്കണ്ട, അങ്ങനെ ഒതുങ്ങുന്നവനല്ല ഈ മാണി. ഞാൻ നിയമം പഠിച്ചവനാ. എന്നോട് കളിക്കുന്നതേ സൂക്ഷിച്ചു മതി. മിസ്റ്റർ, ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ആ വീട്ടിൽ ആളാണ് നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? നിങ്ങളുടെ അച്ഛൻ ആരാണെന്ന് എന്താ ഉറപ്പ്? നിങ്ങളുടെ അമ്മ പറഞ്ഞ ഉറപ്പ്. ആ ഉറപ്പ് തന്നെ എനിക്കുമുള്ളത്. എന്റെ അമ്മ പറഞ്ഞു കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യരാണ് എന്റെ അച്ഛനെന്ന്. കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യർ തന്നെയാണ് എന്റെ അച്ഛൻ. പിന്നെ ഉച്ചത്തിൽ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങളൽപ്പം പെശക. എനിക്കറിയാം പെശകാണെന്ന്. കുളിക്കാനെന്നും പറഞ്ഞ് കൂട്ടുകാരനെ വിളിച്ച് കാട്ടുജോലയിൽ കൊണ്ടുചെന്നതിന് ശേഷം അവന്റെ ഭാര്യയോടുള്ള രഹസ്യമോഹം കാരണം പിന്നിൽ നിന്ന് അവന്റെ കഴുത്ത് ഞെരിച്ച് കലക്കവെള്ളത്തിൽ കൊന്നവൻ എന്തായാലും പിശകായിരിക്കുമല്ലോ. താൻ ആരാ? എടോ, കുറ്റകൃത്യം ചെയ്ത് കുറെ കാലം ജയിലിൽ കിടന്നവരാ ഞങ്ങള്. ഇപ്പൊ പുറത്തിറങ്ങി, ഇനി അങ്ങോട്ട് പോകാൻ മടിയൊന്നുമില്ല. വരട്ടരുതേ. എത്ര വലിയ കൊമ്പനാനയായാലും അതിനെ മലർത്തിയടിക്കാൻ അതിന്റെ മസ്തകത്തിൽ മർമ്മം നോക്കി ഒരു ചെറിയ കല്ലെടുത്തെറിഞ്ഞാ മതി. ഓ, എറിയുന്നത് ഏത് വിരാലി ചെറുക്കനായാലും മതിയെന്നേ. അതിന് ഈ മൊട്ടത്തല വേണ്ട, ഈ പാതി വടിച്ച താടി വേണ്ട, ഈ മസിലും വേണ്ട. എനിക്ക് കാണേണ്ടത് നിങ്ങളെയല്ല, എന്റെ ചേട്ടനെ. ചേട്ടനും? അതെ, എന്റെ ചേട്ടൻ. കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യരുടെ മൂത്ത മകൻ ജോണി. ഞാൻ കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യരുടെ രണ്ടാമത്തെ മകൻ മാണി. ആ ചേട്ടോ, ചേട്ടോ. ചേട്ടാ. ചേട്ടനാ? ഏത് വകയില്? കണ്ട രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയും പോലെ കാണുന്നതിനൊക്കെ ചേട്ടാ എന്നാന്ന് വിളിക്കുന്ന രീതിയൊന്നും ജോണി എടുത്ത് വേണ്ട. ഞാൻ കണ്ടവരല്ല ചേട്ടാ വിളിച്ചത്. എന്റെ അച്ഛൻ കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യർ. ചേട്ടന്റെ അപ്പച്ചനും കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യർ തന്നെയാണേ. അപ്പോ ഒരച്ഛന്റെ 2 മക്കൾ, ഒരു നെറ്റിൽ വിടർന്ന 2 പുഷ്പങ്ങൾ. പിന്നെ എന്റെ ഈ നിറം കണ്ടിട്ടാണെങ്കിൽ എനിക്ക് അമ്മയുടെ നിറ കിട്ടിയത്. ദേ, അവക്ക് അച്ഛന്റെ നിറമാണ്. നോക്കിയേ, ചേട്ടനെ പോലെ തന്നെ അല്ലേ? നാട് നീളെ നടന്ന് നടന്ന് കണ്ടിടത്തെല്ലാം ഇറച്ചി വാരിത്തിന്ന് അതിന്റെ എല്ലെല്ലാം കോർത്ത് മാലയാക്കി കഴുത്തിലിട്ട് അവകാശവാദമൊന്നും പറഞ്ഞു നിൽക്കാൻ നോക്കണ്ട ചേട്ടൻ. ഞാൻ പറഞ്ഞു വരുന്നത്, കൊച്ചു പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് പെങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പ്രതിഷ്ഠിച്ചിട്ട് ആൾക്കാരുടെ മനസ്സിൽ ലോലവികാരങ്ങളുടെ വീണമീട്ടുന്ന ശൈലിയൊക്കെ ജോണിക്ക് അറിയാം. അരേ വാ, എനിക്കിപ്പോഴാണ് ചേട്ടനെ കുറിച്ച് അഭിമാനം തോന്നുന്നത്. എന്തൊരു ഭാഷ! ചേട്ടൻ ഒരു കഥാകൃത്താവേണ്ടതായിരുന്നു. ഇല്ല, കഥ ഉണ്ടാക്കുന്ന താനാ. ഒരു കാര്യം ജോണി പറഞ്ഞേക്കാം, ഈ കഥ ഇവിടെ വിൽക്കാൻ പറ്റില്ല. എന്ത് അവകാശവാദമാണെങ്കിലും ഇതിനകത്ത് ഒരു സൂചി കുത്താനുള്ള ഇടം ജോണി തരില്ല. ഇത് പണ്ട് മഹാഭാരതത്തിൽ ദുര്യോധനം പറഞ്ഞ ഡയലോഗല്ലേ? മൂപ്പർ എത്ര നല്ല കക്ഷിയല്ല ചേട്ടാ. എന്റെ ചേട്ടൻ അങ്ങനെ ആകരുത്. എന്റെ ചേട്ടൻ വലിയ ആളാകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പിന്നെ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇവിടെയുള്ളവരുടെ മനസ്സമാധാനം ഞാൻ കളഞ്ഞിട്ടുമില്ല. ഇപ്പോ എന്റെ അമ്മ മരിച്ചു. അമ്മ ഞങ്ങളെ പഠിപ്പിച്ചത് ഇവിടെ വരരുത്, ഇവിടെയുള്ളവരുടെ മനസ്സമാധാനം നശിപ്പിക്കരുത് എന്നാണ്. പക്ഷെ ഇപ്പോ എന്റെ പെങ്ങൾക്ക് പ്രായപൂർത്തിയായി. ഇനി ചേട്ടന്റെ സഹായമില്ലാതെ പറ്റില്ല. അവൾക്ക് ഒരു വീട് വേണം, അവൾക്കൊരു മേൽവിലാസം വേണം. കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യന്റെ വീട് അവളുടെ അവകാശമാണ്. അത് അവൾക്ക് കിട്ടണം, കിട്ടിയേ പറ്റൂ. ഒരവകാശവും തരാൻ ജോണി തയ്യാറല്ല. ഒന്നും ചെയ്യില്ല. ഞാൻ കോടതി പോകും. കോടതിയിൽ ജയിക്കാനുള്ള തെളിവുകളൊക്കെ എന്റെ ഈ ചെറിയ പെട്ടികത്തുണ്ട്. പക്ഷേ ഒരു ചെറിയ കുഴപ്പം, അമ്മച്ചി കോടതി വരേണ്ടി വരും. സാക്ഷിക്കുട്ടിക്കേറി നിൽക്കേണ്ടിയും വരും. അവിടെ വെച്ച് എന്റെ അച്ഛന്റെ, നിങ്ങളുടെ അപ്പച്ചന്റെ ദുർനടത്തകളെ കുറിച്ച് പ്രതിഭാഗം വക്കീൽ അമ്മച്ചിയോട് സില്ലിയായി ചോദിക്കും. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അമ്മച്ചിക്ക് അതെല്ലാം തലകുലുക്കി സമ്മതിക്കേണ്ടിയും വരും. ഈ വയസ്സുകാലത്ത് അതൊക്കെ വേണോ ചേട്ടാ? യെസ് ബാസ്. ജോണി ആദ്യം അപേക്ഷ, പിന്നെ ആജ്ഞാപിക്കും. ഇതിനാണോ ഈ മുട്ടകളെയും കൊണ്ട് നടക്കുന്നത്? കഷ്ടം. എറണാകുളയില് അല്ല, എറണാകുളയില്